ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഇക്കൊല്ലത്തെ വിഷു നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ പറ്റി. എല്ലാവരും കൂടെ ഒത്തുകൂടുന്നൊരു സന്ദർഭമാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു വിഷു ആയിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ നല്ലൊരു വിഷു ആഘോഷിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വിഷു ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമാണല്ലോ നമ്മൾ തുടങ്ങുക. എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാലോ. അപ്പോൾ ഞങ്ങൾ കമ്പിത്തിരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് വാങ്ങിയത് കൊണ്ട് തന്നെ കമ്പിത്തിരികളാണ് കൂടുതലുണ്ടായിരുന്നത്. കളർഫുള്ളായിട്ടുള്ളതും നല്ല നീളം കൂടിയതുമായിട്ടുള്ള കമ്പിത്തിരികളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം മുതലേ കമ്പിത്തിരിയൊക്കെ കത്തിക്കും. അപ്പോൾ അതുകൊണ്ട് പേടിയൊന്നുമില്ല. സൗണ്ടുള്ള, അതായത് പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പൊതുവേ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് പേടി ഇത്തിരി കുറവാണ്. പിന്നെ നമ്മൾ സേഫായിട്ട് അടുത്ത് നിന്ന് ചെയ്യിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞ് മാത്രമല്ല കേട്ടോ, അതേ അമ്മാമയും ലോലിപ്പോപ്പും തിന്നുകൊണ്ടാണ് കമ്പിത്തിരി കത്തിക്കണത്. ഇനി കമ്പിത്തിരിയിൽ നിന്ന് പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടന്നു, മറ്റേ ചക്രവും മേശാപ്പും ഒക്കെ കത്തിക്കാനായിട്ട്. അപ്പോൾ അതിനേക്കാൾ സൂപ്പർവൈസ് ചെയ്ത് കൂടെ നിൽക്കും. എവിടെ വെച്ചാൽ കത്തിക്കേണ്ടതെന്നുള്ള ആ പൊസിഷനിൽ കൊണ്ട് വയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതങ്ങനെ ഗംഭീരമായിട്ട് ചീറ്റിപ്പോയി. അങ്ങനെ 2-3 ഐറ്റം പൊട്ടാണ്ടും അങ്ങനെ കത്താണ്ടൊക്കെ ഉണ്ടായിരുന്നു. ചില സമയത്ത് കുഞ്ഞിനേക്കാൾ പേടിയ രേണുവിന് അതുപോലെയാണ് സൗണ്ട് ഉണ്ടാക്കുക. അങ്ങനെ പടക്കത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി കണി ഒരു കള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നിരത്തി വെച്ച് അതിൻ്റെ ഇടയിലൂടെ ഒരു കള്ളക്കണ്ണൻ അത് ആദ്യം എടുത്ത് തീറ്റ തുടങ്ങി. കൃഷ്ണന് കണി വയ്ക്കുന്നതിന് മുമ്പേ ഇവിടുത്തെ കൃഷ്ണൻ്റെ തീറ്റയാണ്. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ കുളിച്ചിട്ട് ഇതൊക്കെ സെറ്റാക്കി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് വിളക്ക് വെച്ചതിന് ശേഷം എല്ലാവരെയും വിളിച്ച് കണി കാണിക്കും. ഈ ഒരു ഉരുളി ഞങ്ങൾ കണി കാണാൻ വേണ്ടിയിട്ട്, അതായത് കണി വയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് വാങ്ങിയേക്കണതാണ്. ഒരു 3 വർഷത്തോളമായി തോന്നുന്നത് തന്നെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ സെയിം ഫ്രൂട്ട്സ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ വെച്ചിരിക്കുന്ന അതേ ഫ്രൂട്ട്സ് തന്നെയാണ് പിറ്റേ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ. ഞങ്ങൾ 2 സ്ഥലത്ത് പോയപ്പോൾ 2 അമ്പലങ്ങളും സെയിം ഫ്രൂട്ട്സ് തന്നെയായിരുന്നു കേട്ടോ. കുഞ്ഞവിടെ നോക്കി പറയുകയും ചെയ്തു വീട്ടിലുള്ള പോലെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഒരു വ്യത്യാസം, അവിടെയൊക്കെ നെല്ലായിരുന്നു. ഞങ്ങൾക്ക് നെല്ല് കിട്ടാണ്ടായിരുന്നു, ഞങ്ങൾ അരി വെച്ചു. ആ ഒരു ഡിഫറൻസ് മാത്രമേ തോന്നിയുള്ളൂ. അതിനിടയിൽ നോക്കാട്ടോ, കുഞ്ഞൻ കൃഷ്ണനെ വയ്ക്കുന്നതിന് പകരം മുരുകൻ്റെ ഒരു കുട്ടി വിഗ്രഹമാണ് അവിടെ കൊണ്ട് വെച്ചത്. വേറെ നല്ല അവൻ്റെ വിചാരം അത് കൃഷ്ണനാന്ന്. അത് കഴിഞ്ഞപ്പോൾ ശരിക്കും കൃഷ്ണനെ കൊണ്ട് വെച്ചു. എന്നിട്ട് ചോദിക്കണ ചോദ്യം കേട്ടോളൂ കേട്ടോ. കണി വെക്കുന്ന ഐറ്റംസ് ഭഗവാന് വേണ്ടിയാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ആൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കഴിക്കാത്തതെന്ന്. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം കണി വെച്ച് പിറ്റേ ദിവസം തോന്നിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതിൽ നിന്ന് മുന്തിരി പറക്കി തിന്നുണ്ടായിരുന്നു. മുന്തിരിയിലായിരുന്നു ഫുൾ കോൺസെൻട്രേഷൻ. വെച്ചാൽ നല്ല മധുരമുള്ള മുന്തിരി ആയിരുന്നു. പിന്നെ കുട്ടികളല്ലേ, നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് ആ കാര്യം മനസ്സിലാവില്ല. അവർക്ക് വേണ്ടത് അവരെന്നെ കൊടുത്ത് കഴിക്കും. പിറ്റേ ദിവസം അമ്പലത്തിൽ പോയപ്പോഴും ചില കുട്ടികൾ മെയിൻ ഫോക്കസ് ഫ്രൂട്ട്സിലാണ്. അപ്പോൾ അവരൊന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ കുഞ്ഞൻ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അവിടെ മുന്നിൽ വെച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ വിഗ്രഹമൊന്നും അവർ കാണുന്നില്ല. കണിക്കൊന്നയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കിട്ടാനായിട്ട്. പക്ഷെ പലർക്കും കിട്ടിയില്ല. പ്ലാസ്റ്റിക്കിൻ്റെ വെക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പലയിടത്തും നല്ല റേറ്റിലാണ് കണിക്കൊന്ന വിൽക്കുന്നുണ്ടായിരുന്നതെന്ന്. ഇവിടെ ഞങ്ങൾക്ക് മരമുണ്ട്, പക്ഷെ ഞങ്ങളുടെ മരം നേരത്തെ പൂത്തു. അതിൽ നിന്നൊന്നും കിട്ടിയില്ല. പക്ഷെ വേറെ സ്ഥലത്ത് നിന്ന് അച്ഛൻ കൊണ്ടുവരാൻ ചെയ്തേ. വീട്ടിൽ വെച്ചെടുത്തുനിന്ന് മോഷണം പോകുന്ന പ്രശ്നം കാരണം പിന്നെ തട്ടിൻ്റെ മുകളിലെടുത്ത് വെക്കേണ്ടി വന്നു. കാരണം ഇവിടുത്തെ കുഞ്ഞികൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇതിൽ പോയി എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ സേഫ് അല്ലാന്ന് കണ്ടപ്പോൾ ബർത്തിൻ്റെ മുകളിലെടുത്ത് വെച്ചുകൊണ്ട് വൈകുന്നേരം എടുത്തത്. അപ്പം ചെറുതായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ
പൂമാല കെട്ടുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്നാണ് അത് കെട്ടണമല്ലോ, മാലിടണമല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ വേഗം പോയിട്ട് അവിടെയുള്ള പൂക്കളും തുളസിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് മണപ്പിക്കുന്നത് തുളസിയുടെ തണ്ട്, അതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് മാല കെട്ടിയിട്ട് ആ കുഞ്ഞെ കൊണ്ട് വെക്കുന്നുണ്ട്. ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളും വേണ്ടാന്ന് പറയുന്നില്ല, അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കാറ്. പറ്റുന്ന കാര്യങ്ങൾ അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. അല്ലെങ്കിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആൾക്ക് വാശി കൂടും. നശിപ്പിക്കുന്നില്ലല്ലോ, പിന്നെ കുഴപ്പമൊന്നുമില്ലാണ്ട് സഹകരിച്ചു. ഇനി വരും കൊല്ലങ്ങളിലൊക്കെ ചിലപ്പോൾ തന്നെ വയ്ക്കുമായിരിക്കും. നമ്മൾ ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടു. അപ്പം ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. എന്തെങ്കിലും കുറവുകളുണ്ടോയെന്ന് അറിയില്ല, ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. വാൽക്കണ്ണാടി അടുത്ത കൊല്ലം മുതൽ വാങ്ങണമെന്നുണ്ട്. അപ്പം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് കുളിച്ച് വിളക്ക് വെച്ച് മാലയൊക്കെ ഇട്ട് കോയിൻസൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കിയിട്ട് ഓരോരുത്തരെ വിളിച്ച് കണി കാണിക്കുക ചെയ്തത്. ആദ്യം തന്നെ അച്ഛൻ വന്ന് കണ്ടു, പിന്നെ ഞാൻ ചേട്ടനെ വിളിച്ചു, രേണുവിനെ വിളിച്ചു, പിന്നെ 2 അമ്മമാരും വന്നു. ആ നേരത്തെ കുഞ്ഞിനെ വിളിക്കണോ വേണ്ടിയോ എന്നുള്ള ഡൗട്ടിലായിരുന്നു. കാരണം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വാശി കാണിക്കുമോ, പിന്നെ ഉറങ്ങാതിരിക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു വിളിച്ചോ, കൊണ്ടുവന്നോ എന്ന് പറഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് വന്ന് ഒരു നോക്ക് കണ്ട് പിന്നെ ഉറങ്ങിയതിൻ്റെ ഇടയിൽ തന്നെ അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങി അതും പിടിച്ചാണ് പിന്നെ പോയി കിടന്ന് ഉറങ്ങിയത്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അങ്ങനെ കിടന്ന് ഉറങ്ങി. പിന്നെ ലാസ്റ്റാണ് എൻ്റെ അച്ഛൻ വന്നിട്ട് കണി കണ്ടത്. കണി കഴിഞ്ഞാൽ പിന്നെ മെയിൻ പരിപാടി സദ്യയാണല്ലോ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് സദ്യയൊക്കെ സെറ്റാക്കിയിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പായസം കഴിക്കുമ്പോൾ പപ്പടം പഴം കൂട്ടി കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ പാലടയും പരിപ്പും രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും എടുത്തിട്ട് പപ്പടവും പഴമൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് രാത്രി കഴിക്കുന്നതാട്ടത്. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വയറ്റിൽ സ്ഥലം ഉണ്ടായില്ല. രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ പായസവും പപ്പടവും പഴമൊക്കെ കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു. അപ്പം അങ്ങനെ ഇത്തവണത്തെ വിഷു ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ സാധിച്ചു.